നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ വെള്ളൂർക്കുന്നത്തെ ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം. കടാതി സ്വദേശിയായ യുവാവിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. മാറാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപം വൻ മണ്ണിടിച്ചിൽ. വ്യാഴാഴ്ച 4ഓടെയാണ് മണ്ണിടിച്ചിൽ. ഉഗ്രശബ്ദത്തോടെയാണ് പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായത്. കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപം മലയിടിഞ്ഞത്. അടിയന്തര ഇടപെടലുമായി മാത്യു കുഴൽനാടൻ MLA. പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തി സംഘം. പൊന്നിരിക്കപ്പറമ്പിൽ പെരിയാർ വാലി കനാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയതായി പരാതി. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സിലാണ് മാലിന്യ നിക്ഷേപം. മലങ്കര ഡാമിന്റെ സംഭരണശേഷിയുടെ പകുതിയോളം മണ്ണും ചെളിയും നിറഞ്ഞതായി കണ്ടെത്തൽ. പഠനം നടത്തി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ചെറിയ മഴ പെയ്താൽ പോലും ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കേണ്ടി വരുന്നു. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷന്റെ വെള്ളൂർക്കുന്നത്തെ ഔട്ട്ലെറ്റിൽ മോഷണ ശ്രമം. കടാതി പാലത്തിങ്കൽ പുത്തൻപുര നൈസാബിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളൂർക്കുന്നത്ത് പ്രവർത്തിക്കുന്ന കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിൽ മോഷണശ്രമവുമായി ബന്ധപ്പെട്ട കടാതി പാലത്തിങ്കൽ പുത്തൻപുര നൈസാബിനെ മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 4 രാത്രി 9ഓടെയാണ് മോഷണശ്രമം നടന്നത്. സ്ഥാപനത്തിന്റെ താഴു തകർക്കാൻ ശ്രമം നടത്തിയിരുന്നു. പിറ്റേന്ന് ജീവനക്കാർ എത്തിയപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് CCTV ക്യാമറ നോക്കിയപ്പോൾ ഒരാൾ താഴു തകർക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായി. ഇതിനിടെ മറന്നുവെച്ച മൊബൈൽ ഫോണും ജീൻസും എടുക്കാനായി തിരികെയെത്തിയ നൈസാബിനെ വെബ്കോ ജീവനക്കാർ തടഞ്ഞുവെച്ച ശേഷം പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഔട്ട്ലെറ്റ് അസിസ്റ്റന്റായ വാഴപ്പള്ളി സ്വദേശി ജോബിൻ തോംസൺ മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി. പോലീസ് വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സബ് ഇൻസ്പെക്ടർ PM റസീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിവരുന്നത്. മാറാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപം വൻ മണ്ണിടിച്ചിൽ. വ്യാഴാഴ്ച വൈകിട്ട് 4ഓടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത്. കനത്ത മഴയെ തുടർന്ന് മാറാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപം വൻ മണ്ണിടിച്ചിൽ. വ്യാഴാഴ്ച വൈകിട്ട് 4ഓടെയാണ് ഉഗ്രശബ്ദത്തോടെ പ്രദേശത്ത് മണ്ണിടിഞ്ഞത്. 14-ാം വാർഡിൽ കായനാടിലെ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഉപേക്ഷിക്കപ്പെട്ട പാറമടയിലാണ് അപകടമുണ്ടായത്. കുന്നിൻ ചെരുവിലെ കളിമണ്ണും കൂറ്റൻ പാറക്കഷ്ണങ്ങളും താഴെയുള്ള വെള്ളക്കെട്ടിലേക്ക് കുത്തിയൊലിച്ച് പതിക്കുകയായിരുന്നു. മണ്ണിടിച്ചിൽ ഉണ്ടായ അപകട മേഖലയ്ക്ക് സമീപം 30ലേറെ പാറമടകളാണ് നിലവിലുള്ളത്. ഇവയെല്ലാം പ്രവർത്തനം നിലച്ചിരിക്കുകയാണെങ്കിലും കനത്ത മഴയിൽ വൻതോതിൽ വെള്ളം നിറഞ്ഞ് കരകവിഞ്ഞ അവസ്ഥയിലാണ്. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ജലബോംബുകൾ പോലെയാണ് പാറമടകൾ നിൽക്കുന്നതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. പാറമടയുടെ സംരക്ഷണ ഭിത്തികൾ തകർന്നാൽ സമീപത്തെ ജനവാസ മേഖലയും കൃഷിയിടങ്ങളും പൂർണ്ണമായും വെള്ളത്തിനടിയിലാകും. പ്രദേശത്തെ ദുരന്ത സാധ്യത കണക്കിലെടുത്ത് അധികൃതർ ഉടൻ നടപടിയെടുക്കണമെന്ന് കായനാട് നിവാസികളുടെ പ്രധാന ആവശ്യം. വില്ലേജ് പഞ്ചായത്ത് അധികൃതരും ദുരന്ത നിവാരണ സേനയും സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തണമെന്നും അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തര മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. മാറാടി പഞ്ചായത്തിലെ കായനാട് ശൂലം വെള്ളച്ചാട്ടത്തിന് സമീപം മലയിടിഞ്ഞ വിഷയത്തിൽ അടിയന്തര ഇടപെടലുമായി മാത്യു കുഴൽനാടൻ MLA. സംഭവ ദിവസം രാത്രി തന്നെ പ്രദേശം സന്ദർശിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് MLA റവന്യൂ ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് വില്ലേജ് ഓഫീസർ, മൈനിംഗ് ആൻഡ് ജിയോളജി ജില്ലാ ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവരും ജനപ്രതിനിധികളും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ അപകട സാധ്യത വിലയിരുത്തിയ സംഘം തുടർന്ന് പൊതുജനങ്ങളുടെ പരാതികൾ കേട്ടു. വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നാട്ടുകാരെ അറിയിച്ചു. പൊന്നിരിക്കപ്പറമ്പിൽ പെരിയാർ വാലി കനാലിലേക്ക് ശുചിമുറി മാലിന്യം ഒഴുക്കിയതായി പരാതി. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സിലാണ് മാലിന്യ നിക്ഷേപം. മുളകോട് പഞ്ചായത്തിലെ പൊന്നിരിക്കപ്പറമ്പിൽ പെരിയാർ വാലി കനാലിലേക്ക് ശുചിമുറി മാലിന്യം പമ്പ് ചെയ്തൊടുക്കിയതായി പരാതി. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ നിന്ന് സെപ്റ്റിക് ടാങ്കിലെ മാലിന്യം മോട്ടോർ ഉപയോഗിച്ച് കനാലിലേക്ക് ഒഴുക്കിയെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ആയിരക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യങ്ങൾക്കുമായി ആശ്രയിക്കുന്ന പ്രധാന ജലസ്രോതസ്സാണ് പെരിയാർ വാലി കനാൽ. മലിനജലം കനാലിലേക്ക് ഒഴുക്കുന്നത് പൊതുജനാരോഗ്യത്തിനും പരിസ്ഥിതിക്കും ഗുരുതര ഭീഷണി ഉയർത്തുന്നതാണെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര അന്വേഷണം നടത്തി വസ്തുതകൾ പരിശോധിക്കണമെന്നും നിയമലംഘനം കണ്ടെത്തിയാൽ ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.
ആനിക്കാട് തിരുവമ്പിളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടവാവ് ബലിയൊരുക്കങ്ങൾ പൂർത്തിയാകുന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറയിൽ ഒരേ സമയം 500ഓളം പേർക്ക് ബലിയിടുവാനുള്ള സൗകര്യവും ഒരുക്കും. കേരളകാശി എന്നറിയപ്പെടുന്ന ആനിക്കാട് തിരുവമ്പിളാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ബലിയൊരുക്കങ്ങൾ പൂർത്തിയായി. ഓഗസ്റ്റ് 12 ബുധനാഴ്ച പുലർച്ചെ 4 മുതൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും. പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, തിലഹോമം, സായുജ്യ പൂജ, പിതൃശുദ്ധി ക്രിയകൾ തുടങ്ങിയവ നടത്തപ്പെടും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറയിൽ ഒരേ സമയം 500ഓളം പേർക്ക് ബലിയിടുവാനുള്ള സൗകര്യം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട്. കർക്കിടകവാവിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായിട്ടുണ്ട്. ആനിക്കാട് തിരുവമ്പിളാവിൽ മഹാദേവ ക്ഷേത്രം കൂടാതെ വെള്ളോർക്കുന്നം മഹാദേവ ക്ഷേത്രം, ശിവൻകുന്ന് ക്ഷേത്രം എന്നിവിടങ്ങളിലും കർക്കിടകവാവ് ബലിയൊരുക്കങ്ങൾ പൂർത്തിയായി. എറണാകുളം തേക്കടി സംസ്ഥാന പാതയിൽ മംഗലത്തുനടയിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഗതാഗത കുരുക്ക് രൂക്ഷം. റോഡിന്റെ വീതിക്കുറവും വാഹനങ്ങളുടെ പെരുപ്പവും ഗതാഗത കുരുക്ക് കൂടുതൽ സങ്കീർണമാക്കുന്നു. എറണാകുളം തേക്കടി സംസ്ഥാന പാതയിലെ കിഴക്കമ്പലം മൂവാറ്റുപുഴ റോഡിൽ മംഗലത്തുനട ജംഗ്ഷനിൽ യാത്രക്കാരെയും വാഹന ഉടമകളെയും ഒരുപോലെ വലച്ച് രൂക്ഷമായ ഗതാഗത കുരുക്ക്. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും പോകുന്ന ബസ്സുകൾ ഒരേ സ്ഥലത്ത് നിർത്തിയിടുന്നതാണ് ഇവിടെ പ്രധാനമായും കുരുക്കിന് കാരണമാകുന്നത്. 2 വലിയ വാഹനങ്ങൾക്ക് കഷ്ടിച്ച് കടന്നുപോകാൻ മാത്രം വീതിയുള്ള റോഡിൽ ഇരുവശങ്ങളിലേക്കുമുള്ള ബസ് സ്റ്റോപ്പുകൾ നേർക്കുനേർ വരുന്നത് ഗതാഗത കുരുക്കിന് കൂടുതൽ കാരണമാകുന്നു. BMBC നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയായതോടെ കൊച്ചി ഹൈറേഞ്ച് മേഖലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായി ഇത് മാറി. ദൂരക്കുറവ് കാരണം KSRTC സ്വകാര്യ ദീർഘദൂര ബസ്സുകൾ ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനംപ്രതി ഇതുവഴി കടന്നുപോകുന്നത്. ഇരുവശത്തു നിന്നും ഒരേ സമയം ബസ്സുകൾ എത്തുമ്പോൾ റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രൂപപ്പെടുന്നത്. കൂടാതെ പെരുമ്പാവൂർ ഭാഗത്തേക്കുള്ള റോഡ് ഇതിനോട് ചേർന്ന് നിൽക്കുന്നതിനാൽ പാതയിലും ഗതാഗതം സ്തംഭിക്കുന്നു. കിഴക്കൻ മേഖലയിൽ നിന്ന് പാട ഉത്പന്നങ്ങളുമായി പോകുന്ന ഭാരമേറിയ ടിപ്പർ ലോറികളും ടോറസുകളും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മൂവാറ്റുപുഴ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളുടെ സ്റ്റോപ്പ് അല്പം കൂടി കിഴക്കു ഭാഗത്തേക്ക് മാറ്റി സ്ഥാപിച്ചാൽ ഈ കുരുക്കിന് വലിയൊരു പരിധിവരെ പരിഹാരം കാണാനാകുമെന്ന് യാത്രക്കാരും നാട്ടുകാരും ചൂണ്ടിക്കാട്ടുന്നു. അധികൃതർ അടിയന്തരമായി വിഷയത്തിലിടപെട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രം മാറ്റി സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. MCS Hospital, we take care of your health. മലങ്കര ഡാമിന്റെ സംഭരണശേഷിയുടെ പകുതിയോളം മണ്ണും ചെളിയും നിറഞ്ഞതായി കണ്ടെത്തൽ. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിലാണ് ഗുരുതരമായ വിവരം പുറത്തുവന്നത്. എക്കലും മണ്ണും അടിഞ്ഞുകൂടി സംഭരണശേഷിയെ ബാധിക്കുന്നതിനാലാണ് ചെറിയ മഴ പെയ്താൽ പോലും ഷട്ടറുകൾ തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കേണ്ടി വരുന്നത്. ഡാമിന്റെ സംഭരണശേഷി 3 വർഷം കൊണ്ട് വീണ്ടെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്ന് ജലവിഭവ വകുപ്പ് അധികൃതർ അറിയിച്ചു. ജയ്കോ ജുവൽസ്, പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. യുവദീപ്തി KCYM ആരക്കുഴ ഫൊറോനയുടെ പ്രവർത്തന വർഷോദ്ഘാടനം നടത്തി. തോട്ടക്കര സെന്റ് ജോർജ് ആൻഡ് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ രൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫൊറോന പ്രസിഡന്റ് ജോമിൻസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ഫൊറോന ഡയറക്ടർ ഫാദർ പോൾ ആക്കപ്പടിക്കൽ ആമുഖ പ്രഭാഷണം നടത്തി. മുഖ്യാതിഥി ബ്രദർ ശുഭം ഡൊമിനിക് കർമ്മപദ്ധതി പ്രകാശനം ചെയ്തു. കോതമംഗലം ആയക്കാട് മുക്കനോലിക്കൽ MK ഹരിദാസ് 55 നിര്യാതനായി. സംസ്കാരം നടത്തി ഭാര്യ ഗീത, മക്കൾ ഹരിത, സരിത, മരുമകൻ മൊബിൻ. ഊന്നുകൽ പുരയിടത്തിൽ തോമസ് മാത്യു 77 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 3-ന് ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ ഫൊറോന പള്ളിയിൽ നടത്തി. ഭാര്യ സെലിൻ, പൂവത്തോട് കട്ടയ്ക്കൽ കുടുംബാംഗം. മക്കൾ സിസ്റ്റർ നിഖില ST, സജി, ഫാദർ ജിജി തോമസ് പുരയിടത്തിൽ CST, ലിജി TG. മരുമക്കൾ അനുമോൾ, ജിനേഷ് പോൾ, ആശ. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.